എന്താണ് ബാർക്ക്, അതായത് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ. ഇതിലൂടെ പുറത്തു വരുന്ന ടെലിവിഷൻ റേറ്റിംഗ്, അതായത് ആഴ്ചതോറും പുറത്തു വരുന്ന ഈ ടെലിവിഷൻ റേറ്റിംഗിന് ഞങ്ങളെപ്പോലെയുള്ള ഈ വാർത്താ വിനിമയ സംവിധാനവുമായി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലുകളിൽ പ്രവർത്തിക്കുന്ന ഓരോ അംഗവും വളരെ ചങ്കിടിപ്പോടുകൂടിയാണ് കാത്തു നിൽക്കാറുള്ളത്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സ്നേഹം, ഇതൊക്കെ ഏതൊക്കെ ചാനലുകൾക്കാണ് വീതിച്ചു നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് അളക്കാനുള്ള ഒരേ ഒരു സംവിധാനം ഞങ്ങളുടെ മുന്നിൽ ശാസ്ത്രീയം എന്ന് നമ്മൾ കരുതുന്ന ബാർക്ക് എന്ന സംവിധാനമാണ്. അത് ഓരോ ആഴ്ചയും അതിന്റെ റേറ്റിംഗ് ചാർട്ടുകൾ വരുമ്പോൾ ഇപ്പോൾ പല മാത്രമല്ല ഗോപി, അതിൽ 50,000 കോടി രൂപയുടെ വാർഷിക വരുമാനമാണ് ഈ പരസ്യ വിപണിയിൽ നിന്ന് ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തിന് ഒരു വർഷം 50,000 കോടി രൂപയാണ്. അതിൽ കേരളത്തിലെ വരുമാനം എന്ന് പറയുന്നത് ഒരു വർഷം ഏതാണ്ട് 4,000-5,000 കോടി രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ അത്രയും വരുമാനം വരുന്ന ആ ടെലിവിഷൻ രംഗത്തെ എത്രയോ പേർ ഉപജീവനം നടത്തുന്ന ടെലിവിഷൻ രംഗം, അതുമാത്രമല്ല അതിന് പുറത്ത് പ്രേക്ഷകർ വലിയ വിശ്വാസ്യത അർപ്പിച്ച് കാത്തിരിക്കുന്ന ആ ടെലിവിഷൻ രംഗത്താണ് വലിയ തോതിലുള്ള തട്ടിപ്പും തരികിടയും ഒക്കെ നടത്തിക്കൊണ്ട് ഒരു വൻ തട്ടിപ്പ്, വൻ മാഫിയ സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, മാസങ്ങളായി 24 നടത്തിക്കൊണ്ടിരുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് ഇതാ 24 പുറത്തുവിടാൻ പോകുന്നത്. ഈ റേറ്റിംഗ് വിലക്കി വാങ്ങാൻ കഴിയുന്ന ഒന്നാണോ? പണം മുടക്കിയാൽ ആളുകൾക്ക്, ടെലിവിഷൻ ചാനലുകൾക്ക്, വാർത്താ ചാനലുകൾക്ക് റേറ്റിംഗ് വീതിച്ചു നൽകുന്ന ഒരു തട്ടിപ്പ് സംവിധാനമായി ബാർക്ക് എന്ന നമ്മൾ വിശ്വസിക്കുന്ന ശാസ്ത്രീയമെന്ന് നമ്മൾ കരുതുന്ന ഒരു സംവിധാനം മാറുന്നുണ്ടോ? അത് തുറന്നു കാട്ടുകയാണ് 24. ഈ കഴിഞ്ഞ നേരത്തെ ബി ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ മാസങ്ങളായി ഞങ്ങൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലൂടെ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം കേരളത്തിലെ സ്നേഹമുള്ള പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ടെലിവിഷൻ റേറ്റിംഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും വിധം അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് ഇടപെട്ടതിന്റെ വിശദാംശങ്ങൾ ഇതാ 24 പുറത്തുവിടുകയാണ്. 50,000 കോടി പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന ഏജൻസിയായ ബാർക്കിലെ ചില ജീവനക്കാർ ഡേറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് ഞങ്ങൾക്ക് ലഭിച്ച ശക്തമായ തെളിവുകളിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ഇനി പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് മുൻപ് പറഞ്ഞ ആ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ്. കേരളത്തിലെ ഒരു ചാനൽ ഉടമ, പ്രേക്ഷകർ ശ്രദ്ധിക്കുക, കേരളത്തിലെ ഒരു ചാനൽ ഉടമ, അതായത് ഞങ്ങളെപ്പോലെ തന്നെ വാർത്താ ചാനലുകൾ ധാരാളമുള്ള നമ്മുടെ നാട്ടിൽ, അവിടെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് പ്രേംനാഥ് എന്ന ബാർക്ക് എന്ന സംവിധാനത്തിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികൾ എത്തി എന്നതിന്റെ രീതികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി USDT വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. USDT എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ ടെതർ എന്ന ഒരു സംവിധാനമാണ്. അതായത് $1 ഒരു ക്രിപ്റ്റോ എന്ന അളവിലാണ് ഈ പണം കൈമാറുന്നത്. അതുവഴി ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ പ്രേക്ഷക സമക്ഷം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ആ ചാനൽ ഉടമയും തമ്മിൽ നിരന്തരമായി ഫോൺ വിളികളും വാട്സാപ്പ് ചാറ്റുകളും നടന്നു. ആ വാട്സാപ്പ് ചാറ്റുകൾ ഇതാ 24 പുറത്തുവിടുന്നു. ഇതിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ചാനൽ ഉടമ ചോദിക്കുന്നു ആക്ച്വൽ സ്കോർ എത്ര? 17 മെയ് 2025 രാവിലെ 6:18 ഈ ചോദ്യം ഈ ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിനോട് വാട്സാപ്പിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ പ്രേംനാഥ് പറയുന്നു, ബാർക്ക് ജീവനക്കാരൻ പറയുന്നു വിൽ അപ്ഡേറ്റ് എന്നാണ്. ചാനൽ ഉടമയുടെ ചോദ്യത്തിന് എത്രയാണ് സ്കോർ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു വിൽ അപ്ഡേറ്റ്. 17 മെയ് 2025 6:33 നൽകുന്ന മറുപടി. ചാനൽ ഉടമ അതിന് ഓക്കെ എന്ന് പറയുന്നു, അതായത് അത് അറിയിക്കാം, ഈ വിവരം അറിയിക്കാം എന്ന് പറയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നു, അത് ഓക്കെ എന്ന് പറയുന്നു. അപ്പോൾ ഈ ചാനൽ ഉടമ പിന്നീട് വോയിസ് കോൾ ചെയ്യുകയാണ് പ്രേംനാഥ് എന്ന ആ മുംബൈയിലെ ബാർക്ക് ജീവനക്കാരൻ. പ്രേംനാഥും ചാനൽ ഉടമയും തമ്മിൽ ഇതിനിടയിൽ ധാരാളം വോയിസ് കോളുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ സമയം സഹിതമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ആക്ച്വൽ സ്കോർ എന്ന് ചോദിക്കുന്നു, വിൽ അപ്ഡേറ്റ് എന്ന് പറയുന്നു. അതിനുശേഷം ഇതെല്ലാം ചെയ്തു കൊടുത്ത ശേഷം പ്രേംനാഥ് പറയുന്നു പ്ലീസ് ഡു ദ കമ്മിറ്റ്മെന്റ്. അതായത് ഇവർക്കിടയിൽ ഒരു ധാരണയുണ്ട്, അത് പണം കൈമാറാം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ വാക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്ന് 28 സെപ്റ്റംബർ 2025 9:11 രാത്രി 9:11 ചാനൽ ഉടമയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. പെയ്ഡ് എന്ന മറുപടിയാണ്, അതായത് പണം കൈമാറിക്കഴിഞ്ഞു എന്ന മറുപടിയാണ് ചാനൽ ഉടമയുടെ ഭാഗത്ത് നിന്ന് അപ്പോഴുണ്ടാകുന്നത്. അതായത് ഈ ചാനൽ റേറ്റിംഗിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി
വലിയ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ചാനൽ ഉടമയും മുംബൈയിലെ ബാർക്കിലെ ജീവനക്കാരൻ പ്രേംനാഥും തമ്മിലുള്ള ആ വാട്സാപ്പ് ചാറ്റിന്റെയും വാട്സാപ്പ് കോളുകളുടെയും വിവരങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഇനി ഇയാൾ ആവശ്യപ്പെട്ടതുപോലെ, അതായത് ഈ ചാനൽ ഉടമ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ ബാർക്കിന്റെ ജീവനക്കാരനായ പ്രേംനാഥ് നൽകിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് തെളിയുകയാണ്. കാരണം ആക്ച്വൽ സ്കോർ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഓക്കെ എന്ന് ചാനൽ ഉടമ പറയുന്നു. അപ്പോൾ ബാർക്ക് ജീവനക്കാരൻ ഒരു കണക്ക് കൊടുക്കുന്നുണ്ട്. 113 to 116, 113 to 116 എന്ന മറുപടിയാണ് നൽകുന്നത്. അതായത് റേറ്റിംഗിൽ എത്ര പോയിന്റ് എന്നത് സംബന്ധിച്ച വിവരമാണ് നൽകുന്നത്. സാധാരണഗതിയിൽ ബാർക്കിന്റെ റേറ്റിംഗ് പുറത്തുവിടുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ 11 മണിക്കാണ്. നോക്കൂ, ഇതിൽ കൃത്യമായ വിവരങ്ങൾ രാവിലെ തന്നെ ഈ ഉടമയ്ക്ക് കൈമാറുകയാണ്. തലേ ദിവസം 17 മെയ് 2025 വൈകിട്ട് 3 മണിക്ക് ഇതിന്റെ വിവരങ്ങൾ കൈമാറുന്നു. അതായത് എത്ര റേറ്റിംഗ് ആണ്, എത്ര പോയിന്റ് ആണ് ഈ റേറ്റിംഗിൽ അവർ നീക്കി വെച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരം. വെറും തട്ടിപ്പാണ് ഈ ബാർക്ക് റേറ്റിംഗിന്റെ പേരിൽ നടക്കുന്നത് എന്ന കാര്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. പ്രേംനാഥ് നൽകിയിരിക്കുന്ന വിവരം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. കാരണം തൊട്ട് പിറ്റേയാഴ്ച, അതായത് തൊട്ടടുത്ത ദിവസം വന്നിരുന്ന ബാർക്ക് റേറ്റിംഗിൽ 113നും 116നും ഇടയിലുള്ള റേറ്റിംഗ് തന്നെയാണ് ആ ചാനലിന് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിശ്വാസത്തോടുകൂടി കണ്ടിരുന്ന, അതീവ രഹസ്യാത്മകമെന്ന് നമ്മൾ കരുതിയിരുന്ന, ശാസ്ത്രീയ അടിത്തറയുണ്ട് എന്ന് നമ്മൾ കരുതി പോന്നിരുന്ന ബാർക്ക് റേറ്റിംഗിന്റെ വിവരങ്ങൾ ഒരു ചാനൽ ഉടമയ്ക്ക് പണം വാങ്ങി മറച്ചു കൊടുക്കുന്നതിന്റെ വിവരങ്ങൾ. ഇനി അത് മാത്രമല്ല, ആ ചാനൽ ഉടമ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ ചാനലിനെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ട പാകത്തിൽ ബാർക്ക് റേറ്റിംഗിൽ കൃത്രിമം നടത്താൻ പ്രേംനാഥ് എന്ന ബാർക്കിലെ ഈ ജീവനക്കാരൻ തയ്യാറാകുന്നു. അതിന് ക്രിപ്റ്റോ കറൻസി വഴി കോടികൾ അയാളുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ വിവരങ്ങൾ കൂടി ഇതാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് 24 നൽകുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളിലായി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ ചില വേദികളിൽ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് തുടർച്ചയായി ഈ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ഞങ്ങൾ അതിൽ പരിശോധനകൾ നടത്തി, അതിൽ അന്വേഷണം നടത്തി, അതിന്റെ മുഴുവൻ തെളിവുകളും കണ്ടെത്തിയ ശേഷമാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ബാർക്കിന്റെ പേരിൽ നടക്കുന്ന കൊടിയ അഴിമതിയുടെ വിവരങ്ങൾ ഇപ്പോൾ തുറന്നു കാട്ടിക്കൊണ്ട് 24 വിവരങ്ങൾ പ്രേക്ഷക സമക്ഷം വെക്കുന്നത്. ജനപ്രിയതയിൽ മുന്നിൽ നിൽക്കുന്ന 24 എന്ന ചാനലിനെ ബാർക്ക് റേറ്റിംഗിൽ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലും അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും തെളിവുകൾ ഇതാ റേറ്റിംഗ് അട്ടിമറി എങ്ങനെ നടക്കുന്നു എന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. മാത്രമല്ല, വരും വാരങ്ങളിൽ 24നെ 4ാം സ്ഥാനത്തേക്ക് തള്ളും എന്ന കാര്യം കൂടി ഇവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളിലുണ്ട്. 4ാം സ്ഥാനത്തേക്ക് തള്ളും എന്നാണ് പ്രേംനാഥ് ഈ ചാനൽ ഉടമയ്ക്ക് നൽകിയിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് ബാർക്കിന്റെ പുതിയ കണക്കുകൾ പുറത്തു വരാൻ പോവുകയാണ്. അതിലെന്തായിരിക്കും, ഈ പ്രേംനാഥ് എന്ന് പറയുന്നയാൾ ഈ ചാനൽ ഉടമയ്ക്ക് നൽകിയ ഉറപ്പ് പാലിക്കുമോ എന്നതൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പണം കൈമാറ്റം നടത്തിയിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ്. ആ ക്രിപ്റ്റോ കറൻസി മാത്രമല്ല, അതിനായി ട്രസ്റ്റ് വാലറ്റ് എന്ന ആ വാലറ്റിലേക്കാണ് ഈ ചാനൽ ഉടമ പണം കൈമാറിയിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഈ ഗൂഗിൾ പേ പോലെയൊക്കെയുള്ള വാലറ്റ് സംവിധാനം, ഫോൺ പേ പോലെയൊക്കെയുള്ള വാലറ്റ് സംവിധാനമാണ് ഈ ട്രസ്റ്റ് വാലറ്റ്. ആ ട്രസ്റ്റ് വാലറ്റിലേക്കാണ് ചാനൽ ഉടമ പ്രേംനാഥിനുള്ള ഈ കോടിക്കണക്കിന് രൂപ ക്രിപ്റ്റോ കറൻസി വഴി കൈമാറിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. അങ്ങനെ കേരളത്തിലെ പ്രേക്ഷകരെ കബളിപ്പിച്ചുകൊണ്ട്, പരസ്യദാതാക്കളെ കബളിപ്പിച്ചുകൊണ്ട്, ടെലിവിഷൻ രംഗത്തെ കബളിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെയാകെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ചാനൽ ഉടമയും അതോടൊപ്പം തന്നെ ബാർക്കിലെ ഒരു മിഡിൽ ലെവൽ ജീവനക്കാരനും നടത്തിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ കോഴ വാങ്ങിയുള്ള തട്ടിപ്പിന്റെ വിവരങ്ങളാണിപ്പോൾ 24 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥ് എന്ന് പറയുന്ന ബാർക്കിലെ ഉദ്യോഗസ്ഥന്റെ വാലറ്റിലേക്ക് കോടികൾ എത്തിയിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ക്രിപ്റ്റോ കറൻസി വഴി USDT വഴിയാണ് ഈ ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയ ഫോൺ വിളികൾ, വാട്സാപ്പ് ചാറ്റുകൾ, അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കേരളത്തിൽ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലും ഇതേ സ്വഭാവത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്നതിന്റെ തെളിവ് കൂടി പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഒഴുകിയെത്തിയ 100 കോടിയോളം വരുന്ന രൂപ
സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ടെലിവിഷൻ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന 50,000 കോടി രൂപയുടെ ഇന്ത്യൻ ടെലിവിഷൻ വ്യവസായത്തെ തകർക്കാൻ വേണ്ടി ഒരു ബാർക്ക് ജീവനക്കാരൻ നടത്തുന്ന നിഗൂഢമായ ഈ ശ്രമങ്ങൾ, ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നതാണ്. കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കും ബാർക്ക് സിഇഒയ്ക്കും നൽകിയ പരാതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നത് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം DGP റവാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. അതിന് മുന്നോടിയായി 24 നടത്തിയിട്ടുള്ള അന്വേഷണത്തിലും പരിശോധനയിലും വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് പരസ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റ് ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുള്ള കഴിഞ്ഞ 1 വർഷത്തിലധികമായി കേരളത്തിൽ വിജയകരമായി ഈ പദ്ധതി നടപ്പാക്കി വരുന്നു. ആ ചാനൽ ഉടമയുടെ ഗൂഢതന്ത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.